നാസർ, ഒരു ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നത് സമാധാനത്തെക്കുറിച്ചാണ്. ഈ ഒരു സാഹചര്യത്തിൽ നാളെ പുലരാനിരിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്? അമേരിക്കൻ സമയം 9 മണിയോടുകൂടി വൈറ്റ് ഹൗസിൽ നിന്ന് വരുന്ന ആ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ലോകം കാത്തിരിക്കുന്നത്. ഇറാനും ഏകദേശം സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യമാണ്. അത്രയേറെ സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നായാലും അമേരിക്കയുടെ ഉള്ളിൽ നിന്നായാലും അമേരിക്കക്കകത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നായാലും പെന്റഗണിൽ നിന്നായാലും വലിയ രീതിയിലുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ ഒരു ഘട്ടത്തിലേക്ക് വരെ എത്തി നിൽക്കുമെന്ന കാര്യം ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ യുദ്ധം തുടങ്ങി വെക്കുമ്പോൾ അമേരിക്ക ഇപ്പോൾ അത് നിർത്തേണ്ട ആവശ്യം അമേരിക്കയ്ക്കാണ്. പക്ഷേ നിർത്തുമ്പോൾ തോൽവി ഏറ്റുവാങ്ങി അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒരു തോൽവി തിരിച്ചടി എന്ന നിലയ്ക്ക് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരാൻ ട്രംപ് ഏതായാലും ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ പഴി ഇറാനെ അല്ലെങ്കിൽ നാറ്റോ രാജ്യങ്ങളെ ആ പഴി മറ്റുള്ള രാജ്യങ്ങൾക്ക് മുന്നിൽ ചുമത്തിക്കൊണ്ട് ഈ യുദ്ധത്തിൽ ലാഭമുണ്ടാക്കി അല്ലെങ്കിൽ നേട്ടം കൊയ്തു വിജയിച്ചു വന്നത് അമേരിക്കയാണ് എന്ന് കാണിക്കാനുള്ള നിലപാടുകൾ കൂടിയാണ് ട്രംപ് ഇപ്പോൾ കൈക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പ്രസക്തമാണ് എന്താണ് ഇനി ട്രംപ് പറയാൻ പോകുന്നത്, വൈറ്റ് ഹൗസിൽ നിന്ന് വരാൻ പോകുന്നത് എന്ന വിവരങ്ങൾ. വിനീഷ, തീർച്ചയായിട്ടും. കാരണം വലിയൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം അഭിമുഖീകരിക്കുന്നത്. കാരണം ഏത് നിലയ്ക്ക് ഒരു മാന്യമായിട്ടുള്ള ഒരു പിന്മാറ്റം ഈ ആക്രമണത്തിൽ നിന്ന്, യുദ്ധത്തിൽ നിന്ന് നേടാൻ സാധിക്കുമെന്ന ഏറ്റവും അവസാനഘട്ട വിലയിരുത്തലിലാണ് ഭരണകൂടം ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ായിട്ടുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത്, ഇറാൻ ഒരു വെടിനിർത്തൽ കരാറിന് ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഹോർമസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കണം, നിയന്ത്രണം പൂർണ്ണമായിട്ട് നീക്കുകയാണെങ്കിൽ താൻ വെടിനിർത്തലിന് ഒരുക്കമാണ് എന്ന് ഇറാനെ അറിയിച്ചു എന്നതാണ്. പക്ഷേ ഈ ട്രംപിന്റെ ഈ പ്രതികരണം വന്ന ഉടനെ തന്നെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഒരു വെടിനിർത്തലിനും ഒരു അപേക്ഷയും തങ്ങൾ ആർക്കു മുമ്പാകെയും വെച്ചിട്ടില്ല. അതുകൊണ്ട് തങ്ങൾ അത്തരമൊരു വെടിനിർത്തലിനുള്ള ഒരു അഭിപ്രായമോ ഒരു താല്പര്യമോ പ്രകടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഇപ്പോൾ തുടരുന്ന ഈ പോരാട്ടം എത്ര വേണമെങ്കിലും ദീർഘകാലത്തേക്ക് തുടരാൻ തങ്ങൾ ഒരുക്കമാണ് എന്ന ട്രംപിനെ നിരാകരിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ നടത്തിയിരിക്കുന്ന പ്രതികരണത്തിൽ ട്രംപ് തന്നെ വ്യക്തമാക്കിയത്, ഇനി ഇറാനുമായിട്ടൊരു കരാർ വന്നിട്ടില്ല എങ്കിൽ പോലും 2 മുതൽ 3 ആഴ്ചകൾക്കുള്ളിൽ താൻ സൈന്യത്തെ പിൻവലിക്കാൻ തയ്യാറാണ് എന്ന നിർദ്ദേശമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു ഉച്ചയോടുകൂടി ബ്രിട്ടനിലെ പ്രധാന പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കുന്നത്, നാറ്റോ രാജ്യങ്ങൾ തന്നെ വലിയ തോതിൽ തന്നെ വഞ്ചിച്ചു. കാരണം നിർണായക ഘട്ടത്തിൽ ഇറാന് എതിരായിട്ടുള്ള ഒരു യുദ്ധത്തിൽ തന്റെ കൂടെ നിൽക്കുന്നതിന് പകരം തനിക്ക് എതിരായിട്ടുള്ള നിലപാടാണ് നാറ്റോ രാജ്യങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാറ്റോയിൽ തുടരുന്ന കാര്യം താൻ വളരെ ഗൗരവപൂർണ്ണമായിട്ട് ആലോചിച്ചു വരികയാണെന്ന ഒരു പ്രതികരണം കൂടി ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നു. ഇപ്പോൾ വിനീഷ് സൂചിപ്പിച്ചതുപോലെ ലോകം ഒന്നാകെ കാത്തിരിക്കുന്നത് ട്രംപിന്റെ ഔദ്യോഗികമായിട്ടുള്ള രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിനാണ്. വെളുപ്പിന് നടക്കാൻ പോകുന്ന പ്രഭാഷണത്തിൽ തീർച്ചയായിട്ടും ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ട്രംപ് പങ്കുവെക്കുമെന്നാണ് അല്പം മുമ്പ് വൈറ്റ് ഹൗസ് വക്താവ് തന്നെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും ട്രംപ് മുന്നോട്ടുവെക്കാൻ പോകുന്നത്? ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ യുദ്ധം പൂർത്തീകരിക്കുമെന്ന രാവിലെയുള്ള അതേ പ്രഖ്യാപനം തന്നെ ഈ പ്രഭാഷണത്തിലും ട്രംപ് ആവർത്തിക്കുമോ? അതല്ല യുദ്ധം അവസാനിപ്പിച്ചതായിട്ടുള്ള ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തുമോ എന്നാണ് ലോകം താല്പര്യപൂർവ്വം ഉറ്റുനോക്കുന്നത്. കാരണം ഈ അനുകൂലമായിട്ടുള്ള, കാരണം ഏതായാലും സൈന്യത്തെ പിൻവലിക്കാൻ താൻ തയ്യാറാണ് എന്ന അർത്ഥത്തിലുള്ള ട്രംപിന്റെ പ്രതികരണം വിപണിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. പെട്രോളിന്റെ വില ബാരലിന് $100 ചുവടിലേക്ക് വന്നൊരു സാഹചര്യമുണ്ടായി. ഓഹരി വിപണിയിലും അതിന്റെ നല്ല പ്രതിഫലനം കാണപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ മേഖലയിലെ പല രാജ്യങ്ങളും വലിയ സംതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് ഈ പുതിയ മാറ്റങ്ങളിൽ. പക്ഷേ ട്രംപ് ആയതുകൊണ്ട് പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ യുദ്ധവേളയിലൊക്കെയും അതേ അഭിപ്രായങ്ങൾ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എത്ര കണ്ട് ഈ പ്രതികരണത്തിൽ വിശ്വസിക്കാൻ പറ്റും? അത് കേവലമായിട്ടുള്ള തന്റെ സൈനികമായ താല്പര്യങ്ങളോ സാമ്പത്തികമായ താല്പര്യങ്ങളോ മുൻനിർത്തിയായിരിക്കുമോ ഈ യുദ്ധത്തിൽ നിന്ന് താൻ പിൻവാങ്ങുമെന്നൊരു പ്രഖ്യാപനത്തിന്റെ അല്ലെങ്കിൽ അത്തരം സൂചനകൾ ട്രംപ് നടത്തിയത് എന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല. എന്തായാലും ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് നടത്താൻ പോകുന്ന പ്രഖ്യാപനം
വളരെ നിർണായകമായിരിക്കും. ഇസ്രായേൽ മാധ്യമങ്ങൾ ഇപ്പോൾ ഭയപ്പെടുന്നത് വളരെ പൊടുന്നനെ തന്നെ ഒരു പക്ഷേ ട്രംപ് ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ അത് ഇസ്രായേലിന്റെ താല്പര്യങ്ങളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം കുറെ കൂടി വലിയ ലക്ഷ്യങ്ങൾ ഇറാനുള്ളിൽ തങ്ങൾക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതിനു മുമ്പ് തന്നെ ഏകപക്ഷീയമായിട്ട് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ അത് സൃഷ്ടിക്കുന്ന ആശങ്കകളാണ് ഇപ്പോൾ ഇസ്രായേൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടികളാണ് ഈ പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നോൺ സ്റ്റോപ്പ് സ്വഭാവത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം ഇറാനിൽ നിന്നും അതോടൊപ്പം തന്നെ ലെബനാനിലെ ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും വരുന്നത്. അതുകൊണ്ട് ഇന്ന് മാത്രം 100-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ സൈന്യം തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ തെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു. ഈ അല്പം മുമ്പും വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും സമാന്തരമായിട്ട് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്നും വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ പിന്നിട്ട 24 മണിക്കൂറിനുള്ളിൽ 48 സൈനികർക്ക് പരിക്കേറ്റതായിട്ട് ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ 48 പരിക്കേറ്റ സൈനികരിൽ ചിലരുടെ പരിക്ക് ഗുരുതര സ്വഭാവത്തിലുള്ളതാണെന്ന് കൂടി ഇസ്രായേൽ സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. ഏറ്റവും അവസാനമായിട്ട് പുറത്തു വന്ന അമേരിക്കൻ സർവേ പ്രകാരം 2/3 വിഭാഗം ജനങ്ങളും ഈ ട്രംപിനെതിരായിട്ടുള്ള ഒരു നിലപാടിലേക്ക് വരുന്നു. ട്രംപിന്റെ സൂചികയിൽ വലിയ തോതിലുള്ള ഇടിവ് വന്നതായിട്ട് കൂടി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനിയും തുടരുകയാണെങ്കിൽ ഡെമോക്രാറ്റുകൾക്ക് വലിയൊരു ആധിപത്യം ലഭിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മേൽക്കോയ്മ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് റിപ്പബ്ലിക്കൻ വിഭാഗവും പേടിക്കുന്നുണ്ട്. കാരണം ആഭ്യന്തരമായിട്ടുള്ള വിലക്കയറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അധികം നീളാതെ തന്നെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തയ്യാറാകും. അതിന് കൃത്യമായിട്ടുള്ള സൂചനകൾ ഒരുപക്ഷെ ഈ വെളുപ്പിന് നടക്കുന്ന രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് അമേരിക്കൻ മാധ്യമങ്ങളും അമേരിക്കൻ നയതന്ത്ര വൃത്തങ്ങളും നൽകുന്നത്. വിനീഷ. ശരി, MC നാസറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നാളേക്ക് ശേഷമുള്ള പുലരി സമാധാനത്തിൻ്റെതാകട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. യുദ്ധം തുടങ്ങിയ ശേഷം ഇറാൻ നടത്തിയ ഏറ്റവും കടുത്ത ആക്രമണങ്ങളിൽ ഒന്നാണ് ഇന്ന് ഇസ്രായേലിലേക്ക് നടന്നത്. മണിക്കൂറുകളായി ജനങ്ങൾ ബങ്കറിൽ കഴിയുകയാണെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം തുടങ്ങിയ ശേഷം 13,000-ലേറെ ബോംബുകൾ ഇറാനിൽ പതിപ്പിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഇതിന് പിന്നാലെ ഇറാന്റെ സാമ്പത്തിക മേഖല തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ഇതിന് പിന്നാലെ തിരിച്ചടി ഏറ്റുവാങ്ങാൻ ഇസ്രായേലിനോടും IRGC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US പ്രസിഡന്റ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാനിരിക്കെ യുദ്ധം പടരുമോ എന്ന ആശങ്കയും ശക്തമാണ്. അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഫ്താബ്, ഇസ്രായേലിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അത് ഇപ്പോൾ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരമുള്ളത് മാത്രമല്ല, പുറത്തേക്ക് വന്ന കണക്കുകൾ മാത്രമല്ല, പുറത്തറിഞ്ഞതിലും വലിയ നാശനഷ്ടങ്ങളാണ് ഇസ്രായേലിന് ഇറാനിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ലോകം ഒരു സമാധാനത്തിൻ്റെ ഒരു സൂചനകൾ നൽകിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. അമേരിക്കൻ സമയം 9 മണിയോടുകൂടി പ്രഖ്യാപനങ്ങൾക്ക് വേണ്ടി നമ്മളെല്ലാവരും എല്ലാവരും അത് കാത്തിരിക്കുകയാണ്. ഏത് രീതിയിലേക്കായിരിക്കും സമ്പൂർണ്ണമായ ഒരു യുദ്ധവിരാമത്തിന് അത്തരത്തിലൊരു ശ്രമകരമായ കാര്യമാണ്. ആ ഒരു ശ്രമകരമായ ദൗത്യം ഏറ്റെടുക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാകുമോ? മറിച്ച് ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ യുദ്ധത്തെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യവും ഏത് രീതിയിലായിരിക്കും? ഇപ്പോൾ പുറത്തു വരുന്ന US മാധ്യമങ്ങളുടെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകളിൽ പറയുന്നത് ഒരു പക്ഷേ ട്രംപ് US ജനതയെ അഭിസംബോധന ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു പക്ഷേ അദ്ദേഹം യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടി 2-3 ആഴ്ച കൂടി ആവശ്യപ്പെട്ടേക്കാം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്രമണത്തിൽ നിന്നും പെട്ടെന്ന് US-ന് മടങ്ങിപ്പോരുക സാധ്യമാകില്ല. കാരണം വലിയ തോതിൽ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കരയുദ്ധത്തിന് സമാനമായ ഒരു നീക്കം US നടത്തുമോ എന്നുള്ളൊരു ആശങ്ക കൂടി മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. കരസേന ഏതെങ്കിലും നിലക്ക് ഒരു പക്ഷേ അതൊരു ആക്രമണം ആണെങ്കിൽ പോലും വലിയ തോതിലുള്ള തിരിച്ചടി ഈ മേഖലയിൽ ഒന്നാകെ, നമ്മളത് യുദ്ധമുദ്ധത്തിന് തുടക്കം മുതൽ കണ്ടതാണ്, ഗൾഫ് മേഖലയിൽ ഒന്നാകെ അതിന്റെ തിരിച്ചടിയും ആക്രമണങ്ങളും തുടരുന്ന സാഹചര്യം ഇപ്പോഴും തുടരുകയാണ്. ഇതിനിടയിൽ ഇസ്രായേലിലേക്ക് 2 ആഴ്ചയ്ക്ക് ശേഷം, അതായത് യുദ്ധത്തിന്റെ തുടക്കത്തിൽ വലിയ തോതിലുള്ള മിസൈൽ ആക്രമണം ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് അതിന്റെ എണ്ണം കുറയുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ദിവസം 12-13 മിസൈലുകൾ എന്നുള്ള തോതിലേക്കായിരുന്നു അതിന്റെ ആക്രമണം കുറഞ്ഞത്.
സമാന്തരമായി ഹിസ്ബുള്ളയുടെ ആക്രമണം മറുവശത്ത് നടക്കുന്നുമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഏതാണ്ട് 100ഓളം മിസൈലുകളും ഡ്രോണുകളും ഒന്നിച്ച് ഇറാന്റെ ഭാഗത്ത് നിന്നും ഒരു 24 മണിക്കൂറിനകം എത്തിയതായി ഇസ്രായേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മണിക്കൂറുകളായി ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇപ്പോഴും ബങ്കറിൽ തന്നെ പുറത്തിറങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇന്നിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേൽ പറയുന്നത് 13,000 ബോംബുകൾ ഇതിനകം ഈ ഒരു മാസത്തെ യുദ്ധത്തിനിടെ ഇസ്രായേൽ മാത്രം ഇറാനിൽ വർഷിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, 1,15,000-ഓളം വീടുകളും കെട്ടിടങ്ങളും ഇറാനകത്ത് തകർന്നതായി ഇറാനും സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെ IRGC ഇപ്പോൾ പുതിയൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സാഹചര്യം, ഇതുവരെ ഇറാനകത്തുള്ള സായുധ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, അതോടൊപ്പം തന്നെ വ്യവസായശാലകൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ ഇവയാണ് ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പോൾ പുതുതായി ഇറാന്റെ സാമ്പത്തിക മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം മുന്നിൽ വെച്ചുകൊണ്ട് കനത്ത തിരിച്ചടി എന്ന് വെച്ചാൽ ബങ്കറുകൾ ഒരുക്കി വെച്ചോളൂ എന്നുള്ളതാണ് IRGC നൽകുന്ന മുന്നറിയിപ്പ്. ഈ ഒരു സാഹചര്യത്തിൽ ആഘോഷ ദിനങ്ങൾ കൂടിയാണ് ഇസ്രായേലിൽ വരുന്നത്. അതിനിടയിൽ എല്ലാവർക്കും സൈന്യം തന്നെ നേരിട്ട് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ നിരവധി പേർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യം ഇസ്രായേലിനകത്തുണ്ട് എന്നുള്ളത് അവിടെയുള്ള മാധ്യമങ്ങളും ഒപ്പം തന്നെ IDF-ഉം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതാണ്ട് 40-ലേറെ സൈനികർക്ക് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ലെബനാൻ അതിർത്തിയോട് ചേർത്ത് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും ഏറ്റുമുട്ടൽ, ഈ യുദ്ധം ഒരു മാസം പിന്നിട്ടപ്പോഴും കുറയുന്നില്ല. ഇനിയിപ്പോൾ ട്രംപിന്റെ പ്രഖ്യാപനം എന്തായിരിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതിനനുസരിച്ചായിരിക്കും സ്വാഭാവികമായിട്ടും യുദ്ധത്തിന്റെ ഗതി. ശരി, അഫ്താബ് റഹ്മാനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ദുബായിൽ വൻ സ്ഫോടന ശബ്ദം മിസൈലുകളെ നേരിടുന്നുവെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജനങ്ങൾ സുരക്ഷിത സ്ഥാനത്ത് തുടരാൻ നിർദ്ദേശം. UAE-യിൽ ഫുജൈറയ്ക്കും ഉമുൽ ഖുവൈനും നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ മരിച്ചു. ഇന്ത്യക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. UAE-യിൽ മരണസംഖ്യ 12ആയി. ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഷിനോജ്, എന്താണ് ഇന്നത്തെ രാജ്യത്തെ സ്ഥിതിഗതികൾ? വിനീഷ, ഇപ്പോഴും ഇവിടെ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും തുടരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കെട്ടിടം തന്നെ അല്പസമയത്തിന് മുമ്പ് വിറച്ചു പോകുന്ന തരത്തിലുള്ള സ്ഫോടന ശബ്ദമാണ് ഉണ്ടായിരുന്നത്. ഒരു 4 വലിയ സ്ഫോടനങ്ങൾ ഇവിടെ തന്നെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. നമ്മൾ നിൽക്കുന്നതിൻ്റെ വാതിലും അതേപോലെ ജനലുമൊക്കെ വിറച്ചു പോകുന്ന വലിയ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാനിൽ നിന്നെത്തിയ ബാലിസ്റ്റിക് മിസൈലുകളെയും അതേപോലെ തന്നെ ഡ്രോണുകളെയും നേരിടുന്നതിൻ്റെ ശബ്ദമാണ്. പ്രതിരോധം തുടരുന്നു എന്നാണ് മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ജനങ്ങളെല്ലാം സുരക്ഷിത സ്ഥാനത്ത് തുടരണമെന്ന അലർട്ടും വന്നിട്ടുണ്ട്. ഇന്ന് പകൽ 35 ഡ്രോണുകളും 5 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് UAE-യിലേക്ക് ഇറാനിൽ നിന്ന് എത്തിയത്. ഇതിൽ ഫുജൈറയിലും ഉമ്മുൽ ഖുവൈനിലും നാശനഷ്ടങ്ങളുണ്ടായി. ഫുജൈറയിൽ അൽറിഫ ഫാമിലേക്കാണ് ഒരു ഡ്രോണാവശിഷ്ടം പതിച്ച് ബംഗ്ലാദേശ് സ്വദേശി മരിച്ചത്. ഇതോടെ UAE-യിൽ മരിച്ചവരുടെ എണ്ണം 12 ഉമ്മുൽ ഖുവൈനിൽ ഉച്ചയോടെയാണ് ആക്രമണം ഉണ്ടായത്. ഉമ്മുൽ തൂബ എന്ന സ്ഥലത്ത് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ മേഖലയാണ്. അവിടെ ഡ്രോണാവശിഷ്ടം പതിച്ച് ഒരു ഇന്ത്യക്കാരന് പരിക്കേറ്റിട്ടുണ്ട്. മൊത്തം പരിക്കേറ്റവരുടെ എണ്ണം 190ആയി മാറിയിരിക്കുന്നു. ഇതുവരെ 2012 ഡ്രോണുകളെയാണ് UAE ഇത്രയും ദിവസത്തിനിടയിൽ നേരിട്ടതെന്നാണ് കണക്കുകൾ. 438 ബാലിസ്റ്റിക് മിസൈലുകളെയും അതേപോലെ തന്നെ 19 ക്രൂയിസ് മിസൈലുകളെയും നേരിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാൻ പൗരന്മാർക്ക് UAE വഴി യാത്ര ചെയ്യുന്നത് വിലക്കിക്കൊണ്ട് UAE വിമാന കമ്പനികളും അറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഗോൾഡൻ വിസയുള്ള ഇറാൻ സ്വദേശികൾക്ക് മാത്രമായിരിക്കും UAE-യിലൂടെ യാത്ര ചെയ്യാനും UAE-യിലേക്ക് പ്രവേശിക്കാനും അനുമതി ഉണ്ടാവുക എന്നാണ് വിമാന കമ്പനികൾ അറിയിച്ചിട്ടുള്ളത്. വിനീഷ, ഷിനോജ്, ഏതായാലും ടേക്ക് കെയർ, സുരക്ഷിതരായിരിക്കൂ എന്നുള്ളതാണ് പറയാനുള്ളത് കേട്ടോ. ഖത്തറിൽ ഓയിൽ ടാങ്കറിന് നേരെ ഇറാൻ ക്രൂയിസ് മിസൈൽ ആക്രമണം. ഖത്തർ എനർജിയുടെ ഉടമസ്ഥതയിലുള്ള ടാങ്കറാണ് മിസൈൽ പതിച്ചത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ബുധനാഴ്ച പുലർച്ചെ 3 മിസൈൽ ആക്രമണങ്ങളാണ് ഖത്തറിന് നേരെ ഉണ്ടായത്. അതിൽ 2 ആക്രമണങ്ങൾ സായുധസേന വിജയകരമായി പ്രതിരോധിച്ചതായി അധികൃതർ വ്യക്തമാക്കി. മുഹമ്മദ് അബ്ബാസ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അബ്ബാസ്, പറയൂ, ഇന്ന് ഖത്തറിലെ സ്ഥിതിവിശേഷങ്ങൾ ഏത് രീതിയിലാണ്?
നിനിഷ, ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രാലയം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അഥവാ ഇന്ന് 3 ക്രൂയിസ് മിസൈലിൻ്റെ ആക്രമണം ഇന്ന് ഖത്തറിന് നേരെ ഇറാനിൽ നിന്നുണ്ടായി. അതിൽ ഒരു മിസൈൽ എണ്ണ ടാങ്കറിൽ പതിച്ചു എന്നുള്ളതായിരുന്നു റിപ്പോർട്ടുണ്ടായിരുന്നത്. അഥവാ ഇത് റാസ് ലഫാനിലെ കോസ്റ്റൽ ഏരിയയിൽ ഏകദേശം 17 നോട്ടിക്കൽ മൈൽ അകലെയുള്ള ഒരു എണ്ണ ടാങ്കറിലാണ് ഈ മിസൈലിൻ്റെ അവശിഷ്ടം പതിച്ചത്. ഈ എണ്ണ ടാങ്കറിൽ 21 പേർ ജോലി ചെയ്തിരുന്നു. അവരെല്ലാവരും സുരക്ഷിതരാണ് എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിൽ ഖത്തർ എനർജി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ആക്രമണം രാവിലെ ഈ 3 മിസൈലിൻ്റെ ആക്രമണം, ഈ 3 മിസൈൽ ആക്രമണത്തിൽ 2 എണ്ണം വിജയകരമായി ഖത്തർ സായുധ സേന പ്രതിരോധിക്കുന്നു. ഒന്നിൻ്റെ അവശിഷ്ടമാണ് ഈ എണ്ണ ടാങ്കറിൽ പതിക്കുന്നത്. ഇത് റാസ് ലഫാനിലെ ലക്ഷ്യമാക്കി. റാസ് ലഫാൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഖത്തറിലെ ഒരു വ്യവസായ ഇൻഡസ്ട്രിയൽ ഹബ്ബാണ്. ഈ ഇൻഡസ്ട്രിയൽ സിറ്റിയുടെ കോസ്റ്റൽ ഏരിയയിലാണ് ഈ ടാങ്കർ സ്ഥിതി ചെയ്യുന്നത്. ഈ ടാങ്കറിൽ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഏതായാലും അവിടെ ഹിറ്റ് ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഖത്തർ എനർജി ഉടനെ തന്നെ ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കി. അഥവാ ഇതിൽ ഉണ്ടായിരുന്ന ജീവനക്കാർ മുഴുവൻ സുരക്ഷിതരാണ്. അതോടൊപ്പം പാരിസ്ഥിതികമായ യാതൊരു തരത്തിലുള്ള ആഘാതവും ഈ ആക്രമണത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുകൂടി ഖത്തർ എനർജി വ്യക്തമാക്കുകയുണ്ടായി. റാസ് ലഫാൻ ഇൻഡസ്ട്രിയൽ ഏരിയയെ ലക്ഷ്യമിട്ട് ഖത്തർ നടത്തുന്ന 3ാമത്തെ ആക്രമണമാണിത്. കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു ആക്രമണം ഉണ്ടായിരുന്നത്. അന്ന് ഖത്തർ എനർജിയുടെ ഈ LNG ഫെസിലിറ്റിക്ക് നടന്ന ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ LNG പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്ഥാപനമാണ് ഈ ഖത്തർ എനർജിയുടെ ഈ റാസ് ലഫാൻ ഏരിയയിലെ ഈ ഒരു എനർജി ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ഖത്തറിൻ്റെ ടോട്ടൽ എനർജി എക്സ്പോർട്ടിൻ്റെ കയറ്റുമതിയുടെ ആകെ 17% വരെ ബാധിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. ഇതോടൊപ്പം തന്നെ പ്രതിവർഷം $20 ബില്യൺ നഷ്ടം കൂടി ഇതിൽ ഈ ഒരു ആക്രമണത്തിന് മൂലമുണ്ടായി. ഇതോടൊപ്പം ഈ ഒരു ആക്രമണത്തിൻ്റെ കേടുപാടുകൾ പരിഹരിക്കാൻ 3 മുതൽ 5 വർഷം വരെ വേണ്ടിവരും എന്നുകൂടി ഖത്തർ എനർജി CEO വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഇങ്ങനെ റാസ് ലഫാൻ കേന്ദ്രീകരിച്ച്, റാസ് ലഫാൻ എന്ന് പറയുന്നത് എണ്ണ, അതുപോലെ LPG പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ഒരു ഹബ്ബാണ്. ഈ ഹബ്ബിനെയാണ് ഇപ്പോൾ നിലവിൽ ഇറാൻ ലക്ഷ്യം വെക്കുന്നത്. അതും ഈ ഒരു ലക്ഷ്യം ഇതേപോലൊരു ടാർഗറ്റ് തന്നെയായിരുന്നു ഇന്നും ഉണ്ടായിരുന്നത്. ഏതായാലും എണ്ണ ടാങ്കറിന് നേരെയുള്ള ആക്രമണം നടന്നു എന്നുള്ളത്, അത് ഹിറ്റ് ചെയ്തു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എങ്കിൽ പോലും അവിടെ യാതൊരു തരത്തിലുള്ള ആളപായവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പാരിസ്ഥിതിക ആഘാതവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് ഇറാനിൽ നിന്നുള്ള ആക്രമണം ഖത്തറിന് നേരെ ഉണ്ടാകുന്നത്. ഇടക്കാലയളവിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ഈ റാസ് ലഫാനിലെ ആക്രമണം, LNG കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് ശേഷം ഒരു 10 ദിവസത്തിലേറെ നീണ്ട ഒരു ശാന്തത ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങൾ ഈ രാജ്യത്തിനെതിരെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഡ്രോൺ ആക്രമണങ്ങളെല്ലാം ഖത്തർ സായുധ സേന നിർവീര്യമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് 3 ക്രൂസ് മിസൈലുകൾ അറ്റാക്ക് ഉണ്ടാകുന്നു. ഇതിലൊന്നിൻ്റെ അവശിഷ്ടം പതിച്ചാണ് നിലവിൽ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിനിഷ. ശരി, മുഹമ്മദ് അബ്ബാസാണ് വിശദാംശങ്ങൾ ഖത്തറിൽ നിന്ന് പങ്കുവച്ചത്. കുവൈത്തിനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ തുടരുന്നതായി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നിരവധി ഡ്രോണുകളും മിസൈലുകളും സേന പ്രതിരോധിച്ചു. ഇന്ന് പുലർച്ചെ വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കുകൾ ലക്ഷ്യമിട്ട ആക്രമണത്തെ തുടർന്നുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. ആളപായമില്ലെന്നും അധികൃതർ അറിയിച്ചു. കുവൈത്തിൽ നിന്നും സലീം കോട്ടയിൽ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സലീം, നേരിയ ആശങ്കയല്ല ഉണ്ടായത് വിമാനത്താവളത്തിലെ എണ്ണ ടാങ്കുകൾക്ക് തീപിടിച്ചപ്പോൾ, അല്ലേ? വിനിഷ, കുവൈത്തിലേക്കുള്ള ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമങ്ങൾ തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3 ക്രൂയിസ് മിസൈലുകളും 15 ഡ്രോണുകളും സേന പ്രതിരോധിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതിൽ 6 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി നാഷണൽ ഗാർഡ് വ്യക്തമാക്കി. അതേസമയം ഒരു വീടിന് സമീപം ഡ്രോൺ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് ഉണ്ടായ തീപിടുത്തവും ഫയർഫോഴ്സ് അണച്ചിട്ടുണ്ട്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്റർസെപ്റ്റ് ചെയ്തതിന്റെ ഭാഗമായി അവശിഷ്ടങ്ങൾ വീണ 13 സംഭവങ്ങൾ കൈകാര്യം ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ ഇന്ന് പുലർച്ചെ കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇന്ധന ഡിപ്പോകൾ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണ ശ്രമമുണ്ടായി. കുവൈത്ത് ഏവിയേഷൻ ഫ്യൂവലിംഗ് കമ്പനിയുടെ ഇന്ധന ടാങ്കുകളിലാണ് ആക്രമണം നടന്നത്. ഇതിനെ തുടർന്ന് വലിയ തീപിടുത്തം തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. അടിയന്തര സംഘങ്ങൾ ഇടപെട്ട് തീ നിയന്ത്രണ വിധേയമാക്കിയതായി അധികൃതർ അറിയിച്ചു. രാജ്യത്തെ തുറമുഖവും വിമാനത്താവളവും ലക്ഷ്യമിട്ടുള്ള ആക്രമണ ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം തുടരുകയാണ്. ദിവസങ്ങൾക്ക് മുമ്പാണ് വിമാനത്താവളത്തിലെ ഇന്ധന ഡിപ്പോകൾക്ക് നേരെയുണ്ടായ മുൻ ആക്രമണത്തെ തുടർന്ന് ഉണ്ടായ തീപിടുത്തം 52 മണിക്കൂറുകൾക്ക് ശേഷമാണ് അണക്കുവാൻ സാധിച്ചത്. അതിനിടെ പൊതുജനങ്ങൾ കിംവദന്തികൾ ഒഴിവാക്കി ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വിനിഷ. ശരി, സലീം കോട്ടയിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.
ഗൾഫിലെ +2 പരീക്ഷ റദ്ദാക്കാൻ ശുപാർശ യുഎയിലെ 7 കേരള സ്കൂൾ സിലബസ് പ്രിൻസിപ്പൽമാരാണ് സർക്കാരിന് ശുപാർശ സമർപ്പിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിന് ശേഷം വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കാത്ത വിധം പരീക്ഷാഫലം പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യം. ഷിനോജ് ഷംസുദ്ദീനാണ് വിശദാംശങ്ങളുമായി ചേരുന്ന. ഷിനോജ്, എന്താണ് പ്രിൻസിപ്പൽമാർ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാനുണ്ടായ ഒരു സാഹചര്യം? വിനീഷ, നിലവിൽ യുഎയിൽ മാത്രമാണ് കേരള സിലബസിൽ +2 അതേപോലെ തന്നെ 10ാം ക്ലാസ് പരീക്ഷയും നടക്കുന്നത്. ഈ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ഈ പരീക്ഷ ഇതിൽ +2 പരീക്ഷ റദ്ദാക്കണമെന്നൊരു ആവശ്യമാണ് യുഎയിലെ സ്കൂൾ പ്രിൻസിപ്പൽമാർ ഹയർ സെക്കൻഡറി ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 7 സ്കൂളിലെ പ്രിൻസിപ്പാൾമാരും ഒരേ സ്വരത്തിൽ ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് യുഎയിലെ വിദ്യാർത്ഥികളുടെ അവസ്ഥ വളരെ മോശമാണ്, രക്ഷിതാക്കളുടെ അവസ്ഥയും വളരെ മോശമാണ്. അവർ കടുത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരമൊരു പരീക്ഷയെ കൂടി ഇനി അഭിമുഖീകരിക്കേണ്ടത്. അതുകൊണ്ട് പരീക്ഷ മാറ്റിവെക്കലാണ് ഉചിതം എന്നുള്ള നിലയ്ക്കാണ് ശുപാർശ നൽകിയിട്ടുള്ളത്. ഇതിൽ പരീക്ഷ മാറ്റിവെക്കാനുള്ള തീരുമാനം ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ 9-ന് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ 10-നോ അത് തുടർന്നുള്ള ദിവസങ്ങളിലോ ഔദ്യോഗികമായി +2 ഹയർ സെക്കൻഡറി ബോർഡ് പ്രഖ്യാപിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 10ാം ക്ലാസ് പരീക്ഷയുടെ കാര്യത്തിലും 11ാം ക്ലാസ് പരീക്ഷയുടെ കാര്യത്തിലും ഇതുവരെ തീരുമാനമുണ്ടായിട്ടില്ല. +2 പരീക്ഷയുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രിൻസിപ്പൽമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് +2 പഠനത്തിൻ്റെ പരീക്ഷാഫലവും മൂല്യനിർണ്ണയവും. അപ്പോൾ മൂല്യനിർണ്ണയം ഇക്കാര്യത്തിൽ പരീക്ഷ റദ്ദാക്കുമ്പോൾ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. അവരുടെ ഉപരിപഠനത്തെ ബാധിക്കാത്ത വിധം, അഡ്മിഷനുകളെ ബാധിക്കാത്ത വിധം എത്രയും പെട്ടെന്ന് മൂല്യനിർണ്ണയവും മറ്റും പൂർത്തിയാക്കി പരീക്ഷാഫലം പുറത്തുവിടുന്ന മറ്റു വിദ്യാർത്ഥികൾ, കേരളത്തിലെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർക്കൊപ്പം തന്നെ പരീക്ഷാഫലവും മൂല്യനിർണ്ണയവും ഒക്കെ പുറത്തു വരുന്ന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നാണ് ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഏപ്രിൽ 10-ന് ശേഷം, പ്രത്യേകിച്ച് നാട്ടിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു ശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനിശ്ചിതമായി ഈ തീരുമാനം നീളുന്നതിൽ യുഎയിലെ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ രക്ഷിതാക്കളും വലിയ ആശങ്കയിലാണ്. എന്തായാലും അടുത്ത ദിവസം ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. +2 പരീക്ഷകൾ റദ്ദാക്കുകയും പ്രത്യേക രീതിയിൽ മൂല്യനിർണ്ണയം നടത്തി അവരുടെ പരീക്ഷാഫലം പുറത്തുവിടുകയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിനീഷ. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഗൾഫിലെ സംഘർഷം നിരവധി രക്ഷിതാക്കളുടെ ജോലി അവതാളത്തിലാക്കിയ സാഹചര്യത്തിലും യുഎയിലെ സ്വകാര്യ സ്കൂളുകൾ വിട്ടുവീഴ്ചയില്ലാതെ ഫീസ് ഈടാക്കുന്നതായി ആക്ഷേപം. ഓൺലൈൻ പഠനം തുടരുമ്പോഴും മിക്ക സ്കൂളുകളും ബസ് ഫീസ് ഈടാക്കുന്നുണ്ട്. ഉയർന്ന ക്ലാസുകളിലേക്ക് ജയിച്ചവർക്ക് പഠനം തുടരാൻ 2 ടേമിലെ ഫീസ് ഒന്നിച്ചടയ്ക്കാനും സ്കൂളുകൾ ആവശ്യപ്പെടുന്നതായി രക്ഷിതാക്കൾ പറയുന്നു. അതേസമയം 2 വിദ്യാഭ്യാസ ഗ്രൂപ്പുകൾ ബസ് ഫീസ് ഒഴിവാക്കുന്നതായി പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. ഒരു മാസത്തിലേറെയായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷം ഗൾഫിലെ കുടുംബങ്ങളെ പല വിധത്തിൽ ആശങ്കയിലാഴ്ത്തുകയാണ്. പലരുടെയും ജോലി അവതാളത്തിലാണ്, ബിസിനസ്സുകൾ താളം തെറ്റിയ നിലയിലാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രവാസികൾ പാടുപെടുന്നതിനിടെയാണ് ഇന്ത്യൻ സ്കൂളുകളിൽ പുതിയ അധ്യയന വർഷം തുടങ്ങിയത്. രക്ഷിതാക്കൾ കടന്നുപോകുന്ന സാഹചര്യം പോലും ഉൾക്കൊള്ളാതെ ബസ് ഫീസും ഉയർന്ന ക്ലാസുകളിലേക്ക് ജയിച്ചവരിൽ നിന്ന് 2 ടേമിലെ ഫീസും നിർബന്ധപൂർവ്വം സ്കൂളുകൾ വാങ്ങുകയാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. 2 ടേമിലെ മുമ്പോട്ടുള്ള ഇനി 2 ടേമിലെ ഇവിടെ ഫീസ് ഒന്നിച്ചടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് ഉണ്ടെങ്കിൽ അഡ്മിഷൻ തരാം എന്നുള്ള ആ ഒരു രീതിയിലേക്കുള്ള സംസാരം വന്നിട്ട് പുള്ളി ഒരു ആപ്ലിക്കേഷൻ ഫോം തന്നു, റീ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ തന്നിട്ട് അതിൽ ആൾ നോട്ട് ചെയ്തിട്ടുണ്ട് 2 ടേംസ് എന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് നോട്ട് ചെയ്തതിന് ശേഷം ആ ഫോം ഫില്ല് ചെയ്ത് ഞാൻ അത് അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തു. കാരണം കുട്ടിയുടെ അഡ്മിഷൻ ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും മുമ്പിലേക്ക് എന്തെങ്കിലും ഒരു ചാൻസ് എന്നുള്ള രീതിയിൽ ആ 2 ടൈംസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇമീഡിയറ്റ് തന്നെ ഞാനങ്ങ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് ഡേ ബിഫോർ യെസ്റ്റർഡേ ആണ് ഞാൻ വന്നത്. ഇന്നലെ എനിക്ക് കോൾ വന്നിട്ട് പറഞ്ഞു അഡ്മിഷൻ ഉണ്ട്, നിങ്ങൾ 2 ടൈംസിലെ പേയ്മെൻറ്റ് കൊണ്ട് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് പ്രൊമോട്ടഡ് ആയുള്ള ഏത് ക്ലാസ്സിലേക്കാണെന്നുള്ളത് അറിയിക്കാം, ഫീസ് അടച്ചതിന് ശേഷം IT ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. ഇളവിന് അപേക്ഷിച്ചവരോട് അനുഭാവപൂർവ്വം പെരുമാറാൻ പോലും മാനേജ്മെൻറ്റുകൾ തയ്യാറാവുന്നില്ല എന്നാണ് ആക്ഷേപം. എന്നാൽ ദുബൈയിലെ ഇന്ത്യൻ ഹൈ ഗ്രൂപ്പ് ഓഫ് സ്കൂൾസും വിവിധ എമിറേറ്റുകളിൽ പ്രവർത്തിക്കുന്ന വുഡ്ലേം എഡ്യൂക്കേഷനും ഓൺലൈൻ പഠന കാലയളവിൽ ബസ് ഫീസ് ഒഴിവാക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം ഉറപ്പാക്കുമെന്നും വുഡ്ലേം MD നൌഫൽ അഹമ്മദ് പറഞ്ഞു. ഈ മാതൃക മറ്റ് സ്കൂൾ മാനേജ്മെൻറ്റുകളും സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് രക്ഷിതാക്കൾ. മീഡിയ 1 ദുബായ്.
യുദ്ധ സാഹചര്യം മുതലെടുത്ത സൗദിയിൽ നിന്നുള്ള പ്രവാസികളെ കൊള്ളയടിച്ച വിമാന കമ്പനികൾ ഈ മാസം 18-ന് വിസ കാലാവധി അവസാനിരിക്കെ കുത്തനെയാണ് വിമാന കമ്പനികൾ നിരക്ക് കൂട്ടിയത്. ഇന്ത്യൻ കമ്പനികൾ സാധാരണ സർവീസുകൾ റദ്ദാക്കി സ്പെഷ്യൽ സർവീസുകളാണ് നിലവിൽ നടത്തുന്നത്. ഇത്തരം സർവീസുകൾക്കാണ് കൊള്ള നിരക്ക് കമ്പനികൾ ഈടാക്കുന്നത്. യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ട് സൗദി പ്രവാസികൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് വിമാനയാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. നിലവിൽ സൗദിയുടെ എയർലൈനുകൾ കേരളത്തിലേക്ക് സേവനം നൽകുന്നുണ്ടെങ്കിലും വലിയ തുകയാണ് ടിക്കറ്റിനായി നൽകേണ്ടി വരുന്നത്. തുക നൽകാൻ തയ്യാറാണെങ്കിലും പലപ്പോഴും ആവശ്യത്തിന് ടിക്കറ്റുകൾ ലഭ്യമല്ലാത്ത സാഹചര്യവുമുണ്ട്. യുദ്ധം ആരംഭിച്ചത് മുതൽ നിർത്തിവെച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് അടക്കമുള്ള ഇന്ത്യൻ കമ്പനികൾ സാധാരണ സേവനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. നിലവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകുന്നത് സ്പെഷ്യൽ സർവീസുകളാണ്, അതായത് ചാർട്ടേഡ് സർവീസുകളാണ് ഇപ്പോൾ നൽകുന്നത്. ഇവക്കാണെങ്കിൽ ശരാശരി 3000 മുതൽ 4000 റിയാൽ വരെയാണ് ടിക്കറ്റ് ചാർജ് ഈടാക്കുന്നത്. ഈ മാസം ആദ്യ ആഴ്ചയിലാണ് ഏറ്റവും കൂടുതൽ നിരക്ക്. എല്ലാ പ്രവാസികളുടെയും ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിശിഷ്ട അവസരത്തിൽ നമ്മുടെ ബന്ധുക്കളുടെ കൂട്ടുകാരുടെ ഒക്കെ അടുത്ത് എത്തണം. ഇപ്പോൾ 9-ന് ഇലക്ഷൻ വരുന്നുണ്ട്, 14-ന് വിഷുണ്ട്. അപ്പോൾ ഈ ഏപ്രിൽ 18-നുള്ള ഇവിടുത്തെ ഉംറ വിസയിലുള്ള ആൾക്കാരും അതുപോലെ സന്ദർശക വിസയിലുള്ള ആൾക്കാരൊക്കെ നാട്ടിലേക്ക് എന്തായാലും നിർബന്ധമായി പോകണം എന്നുള്ളൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രവാസികളെ സപ്പോർട്ട് ചെയ്യേണ്ട എയർലൈൻസ് അവരുടെ പ്രയാസം ഇരട്ടിപ്പിക്കുന്ന രീതിയിൽ വിമാന സർവീസിൻ്റെ ചാർജ് ഡബിളല്ല, അതിൻ്റെ മേലെ അധികരിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാസം 18-ന് വിസ കാലാവധി അവസാനിരിക്കെയാണ് വിമാന കമ്പനികളുടെ കൊള്ള ലാഭം. സ്പെഷ്യൽ സർവീസുകളുടെ പേരിൽ പ്രവാസിയുടെ കഴുത്തിന് പിടിക്കുകയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ്. സ്പെഷ്യൽ സർവീസുകൾ നടത്താമെങ്കിൽ സാധാരണ സർവീസുകൾ എന്തുകൊണ്ട് നടത്തുന്നില്ല എന്നാണ് പ്രവാസികൾ ചോദിക്കുന്നത്. വിമാന കമ്പനികൾ അറിയിക്കുന്നത് ഇന്ധനവിലയടക്കമുള്ള ചെലവുകൾ വർദ്ധിച്ചതാണ് ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാനുള്ള കാരണമെന്നാണ്. ഈ മാസം 18-ന് മുൻപായി ഉംറ വിസക്കാരടക്കമുള്ളവർ രാജ്യം വിടേണ്ടതുണ്ട്. ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റുകൾ പലതും അവസാന ഘട്ടത്തിൽ ക്യാൻസൽ ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടാവുന്നുണ്ട്. അതിനാൽ അവസാന തീയതി വരെ കാത്തുനിൽക്കാതെ പരമാവധി നേരത്തെ തന്നെ രാജ്യം വിടുന്നതായിരിക്കും ഉചിതം. മിഷാൽ ചെറുപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. വ്യോമപാത അടഞ്ഞ നിലയിൽ തുടരുന്നതിനാൽ ബഹ്റൈനിലെ പ്രവാസികൾക്ക് നാട്ടിലേക്ക് പോകാൻ ഏക മാർഗം സൗദി അറേബ്യ വഴിയുള്ള യാത്രയാണ്. എന്നാൽ നിലവിൽ ദമാം വഴി ഉയർന്ന ടിക്കറ്റ് നിരക്കുള്ള വിമാന സർവീസ് മാത്രമാണ് നിലവിലുള്ളത്. യാത്രാ നിരക്ക് കുറയ്ക്കാൻ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് പ്രവാസികളുടെ ആവശ്യം. ബഹ്റൈനിലെ പ്രവാസികളിൽ പലരും പെട്ടെന്ന് നാട്ടിൽ പോകാൻ അടിയന്തര ആവശ്യങ്ങളുള്ളവരാണ്. നിലവിൽ ആകെ ഒരു എയർലൈനെ മാത്രമാണ് യാത്രക്കായി ആശ്രയിക്കാനുള്ളത്. ഈ കലുഷിതമായ സാഹചര്യത്തിലും സാധാരണക്കാരനായ ഒരു പ്രവാസിക്ക് താങ്ങാൻ കഴിയാത്തത്രയും ഉയർന്നതാണ് കേരളത്തിലേക്കുള്ള എയർ ടിക്കറ്റ് നിരക്ക്. വൺ വേ ടിക്കറ്റിന് കൊടുക്കേണ്ടി വരുന്ന തുക 80,000-ലധികം രൂപ. 3 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് യാത്ര പോകാൻ ലക്ഷങ്ങൾ നൽകേണ്ട ദുരവസ്ഥ. ഇവിടെ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് മകളെ കല്യാണത്തിന് വേണ്ടി പോകാൻ 300-400 കൊടുക്കാനില്ലാതെ ട്രാവൽസുകളിൽ കയറിയിറങ്ങി ജനങ്ങൾ എത്രയോ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടും നമ്മളെ സർക്കാരുകൾ ഒന്നും കണ്ണു തുറക്കാത്തതിൽ ഭയങ്കര വിഷമമുണ്ട് എന്നാണ് ഞാനൊരു സാമൂഹ്യ പ്രവർത്തന രീതിയിൽ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളെ സാധാരണക്കാർ, അസുഖമായ രോഗികളിൽ ഒത്തിരി ഇവിടെയുണ്ട്. അവരെല്ലാം എങ്ങനെയെങ്കിലും സൗകര്യ മാർഗം നാട്ടിലെത്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 300, 350, 380 അത്രയൊക്കെ എമൗണ്ടാണ് അവർ ഈടാക്കുന്നത്. അപ്പം അല്ലാതെ സാധാരണ ലെവലിലുള്ള ഒരു 200 ആ ഒരു റേഞ്ചിലാക്കി അതിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ ഭരണകർത്താക്കൾ, മുഖ്യമന്ത്രി, ഇവിടുത്തെ MP-മാർ, രാജ്യസഭ, ലോക്സഭ MP-മാർ അവരെല്ലാം അതിൻ്റെ ഒരു ഇടപെടൽ നടത്തി ഇവിടുത്തെ ചർച്ച നടത്തി അതിന് ഈ സാധാരണപ്പെട്ട ആൾക്കാർക്ക്, എല്ലാവരും പൈസ ഉള്ളവരൊന്നുമല്ല, സാധാരണപ്പെട്ട ഒരുപാട് പ്രവാസികൾ ഇതിനകത്ത് ബുദ്ധിമുട്ടുന്നത്, അവർക്ക് ഒരു നല്ലൊരു അവർക്ക് നാട്ടിൽ പോയി ബന്ധുക്കളെയും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് കൂടാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു നല്ലൊരു ഇടപെടൽ നടത്തണം. അതാണ് എൻ്റെ ഒരു. ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ ഇപ്പോഴത്തെ നിരക്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിലവിലിപ്പോൾ സൗദിയിൽ നിന്നാണ് യാത്രക്കാർ കൂടുതൽ ഇവിടുന്ന് യാത്ര ചെയ്യുന്നത്, എമർജൻസിയുള്ള യാത്രക്കാർ. അപ്പോൾ ഇതിൻ്റെ നിരക്ക് വളരെ കൂടുതലുമാണ്. സാധാരണക്കാരായ പ്രവാസികൾക്ക് നിരക്ക് കുറച്ച് കിട്ടിയാൽ മാത്രമേ യാത്ര സാധ്യമാകൂ എന്നതിനാൽ സർക്കാർ തലത്തിലുള്ള ഇടപെടലുകളിലൂടെ ടിക്കറ്റ് നിരക്ക് കുറക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും കൂടുതൽ എയർലൈനുകൾ സർവീസ് നടത്താൻ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാവുകയും വേണം. പ്രവാസികളുടെ അടിസ്ഥാന പ്രശ്നമായ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ അത്തരം ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് പ്രവാസികൾക്കിടയിൽ നിന്ന് ആവശ്യമുയരുന്നത്. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. മേഖലയിലെ സാഹചര്യത്തെ തുടർന്ന് വ്യോമപാതകൾ അടച്ചതിനാൽ മിഡിൽ ഈസ്റ്റിലേക്കുള്ള സർവീസ് റദ്ദാക്കൽ നീട്ടി സലാം എയർ. ഇറാനിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ 2026 ഓഗസ്റ്റ് 31 വരെയും ഇറാഖ്, ലബനാൻ, കുവൈത്ത്, ഖത്തർ, ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള തിരിച്ചുമുള്ള സർവീസുകൾ 2026 മെയ് 30 വരെയുമാണ് റദ്ദാക്കിയത്.
യാത്രാ പ്രതിസന്ധിയിൽ പ്രവാസികൾക്ക് കൈത്താങ്ങായി ഭാരതീയ പ്രവാസി പരിഷത്ത് രംഗത്ത്. ഇൻഡിഗോ എയർലൈൻസുമായി സഹകരിച്ച് സൗദി വഴി കൊച്ചിയിലേക്കാണ് യാത്ര ക്രമീകരിച്ചത്. സൗദി ട്രാൻസിറ്റ് വിസ ഉൾപ്പെടെയുള്ള ആവശ്യമായ സൗകര്യങ്ങൾ ഇന്ത്യൻ എംബസിയുടെ ഇടപെടലിലൂടെ ലഭ്യമാക്കി. അടിയന്തര ആവശ്യങ്ങളുള്ള പ്രവാസികളാണ് ആദ്യഘട്ടത്തിൽ യാത്രയായത്. കൂടുതൽ ആളുകളെ നാട്ടിലെത്തിക്കാൻ നടപടികൾ തുടരുന്നതായും സംഘാടകർ അറിയിച്ചു. കുവൈത്ത് എണ്ണയുടെ വില ബാരലിന് $120.62 ഉയർന്നതായി കുവൈത്ത് പെട്രോളിയം കോർപ്പറേഷൻ അറിയിച്ചു. ചൊവ്വാഴ്ച മാത്രം $7.45 വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് വിലയും ഉയർന്ന ബാരലിന് $118.35 അതേസമയം വെസ്റ്റ് ടെക്സ് ക്രൂഡ് ഓയിൽ വില കുറച്ച് താഴ്ന്ന $101.38. സൗദിയിൽ തുറമുഖങ്ങളിൽ സംഭരണ ഫീസ് ഇളവ് ആനുകൂല്യം 2 മാസത്തേക്ക് നീട്ടി. കിഴക്കൻ സൗദിയിലെ ദമാം, ജുബൈൽ തുറമുഖങ്ങളിലാണ് ഈ ഇളവ് ലഭ്യമാകുക. സൗദി പോർട്ട് അതോറിറ്റിയുടേതാണ് തീരുമാനം. മേഖലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. മാസത്തേക്ക് നീട്ടി നൽകി. സൗദി പോർട്ട് അതോറിറ്റിയായ മാവരിതാണ് ഉത്തരവിറക്കിയത്. 2026 മാർച്ച് 26 മുതൽ ആനുകൂല്യം ലഭിക്കും. മേഖലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് കിഴക്കൻ സൗദിയിലെ തുറമുഖങ്ങളിൽ ചരക്കുകൾ സൂക്ഷിക്കുന്നതിനുള്ള സംഭരണ ഫീസിൽ ഇളവ് ലഭ്യമാക്കിയ തീരുമാനം 2 മാസത്തേക്ക് നീട്ടി നൽകി. സൗദി പോർട്ട് അതോറിറ്റിയായ മവാരിദാണ് ഉത്തരവ് ഇറക്കിയത്. 2026 മാർച്ച് 26 മുതൽ ആനുകൂല്യം ലഭിക്കും. ദമാം, കിങ് അബ്ദുൽ അസീസ് തുറമുഖം, ജുബൈൽ കൊമേഴ്ഷ്യൽ പോർട്ട് എന്നിവിടങ്ങളിലെ ട്രാൻസ്ഷിപ്മെന്റ് ചരക്കുകൾക്കാണ് ഇളവ് ലഭിക്കുക. അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷാ നിയമപ്രകാരമുള്ള അപകടകരമായ ചരക്കുകൾ ഒഴിച്ചുള്ളവർക്ക് ആനുകൂല്യം ലഭ്യമാകും. കഴിഞ്ഞ ദിവസം ചേർന്ന GCC രാജ്യങ്ങളുടെ ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിൽ സൗദി ഗതാഗത മന്ത്രിയാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരുന്നത്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. ഒമാനിൽ കസ്റ്റംസ് നിയമങ്ങൾ ലഘൂകരിച്ചു. ചരക്കുകൾ എത്തുന്ന പോർട്ട് മുതൽ ലക്ഷ്യസ്ഥാനത്തെ പോർട്ട് വരെയുള്ള ട്രാൻസിറ്റ് ഡിക്ലറേഷൻ നടപടികൾ ബുക്കിംഗ് നമ്പർ ഉപയോഗിച്ച് ലളിതമായി പൂർത്തിയാക്കാം. ഒഴിഞ്ഞ കണ്ടെയ്നറുകൾക്ക് ഒമാനിലേക്ക് പ്രവേശിക്കാനും പുറത്തു പോകാനും ഇനി മുതൽ പ്രത്യേക കസ്റ്റംസ് ഡിക്ലറേഷൻ ആവശ്യമില്ല. മേഖലയിലെ നിലവിലെ സവിശേഷ സാഹചര്യം പരിഗണിച്ചാണ് ട്രാൻസിറ്റ് ചരക്കുകളുടെ പ്രവേശനവും നീക്കവും ലഘൂകരിക്കുന്നതിനായി ഒമാൻ ഇളവുകൾ പ്രഖ്യാപിച്ചത്. വ്യാപാര മേഖലയെ പിന്തുണക്കാനും തടസ്സമില്ലാത്ത ചരക്ക് നീക്കം ഉറപ്പാക്കാനുമാണിത്. ഒഴിഞ്ഞ നിലയിലുള്ള കണ്ടെയ്നറുകൾക്ക് ഒമാനിലേക്ക് പ്രവേശിക്കാനും പുറത്തുപോകാനും ഇനി മുതൽ പ്രത്യേക കസ്റ്റംസ് ഡിക്ലറേഷൻ ആവശ്യമില്ല. സ്ക്രീനിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന മാത്രം മതിയാകും. ചരക്കുകൾ എത്തുന്ന പോർട്ട് മുതൽ ലക്ഷ്യസ്ഥാനത്തെ പോർട്ട് വരെയുള്ള ട്രാൻസിറ്റ് ഡിക്ലറേഷൻ നടപടികൾ ബുക്കിംഗ് നമ്പർ ഉപയോഗിച്ച് ലളിതമായും പൂർത്തിയാക്കാം. കൂടാതെ മറ്റു GCC രാജ്യങ്ങളിൽ നിന്നെത്തുന്ന വാഹനങ്ങൾക്കും ഉപകരണങ്ങൾക്കും ഇനി മുതൽ പ്രത്യേക കസ്റ്റംസ് കാർഡോ കയറ്റുമതി സർട്ടിഫിക്കറ്റോ സമർപ്പിക്കേണ്ടതില്ല. ഇതിനായി ട്രാൻസിറ്റ് ഡിക്ലറേഷൻ മാത്രം മതിയാകും. മേഖലയിലെ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒമാനെ ഒരു സുരക്ഷിത ലോജിസ്റ്റിക്സ് ഹബ്ബായി നിലനിർത്താനും ബിസിനസ് സമൂഹത്തിന് ആശ്വാസം പകരാനുമാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. മീഡിയ 1, മസ്കത്ത്. ബഹ്റൈനിൽ ഇറാൻ നടത്തുന്ന വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സ്ഫോടന ദൃശ്യങ്ങൾ കാണാൻ വീടിന് പുറത്തിറങ്ങുന്നതും മേൽക്കൂരകളിൽ കയറി നിൽക്കുന്നതും ജീവന് ഭീഷണിയാകുമെന്ന അധികൃതർ മുന്നറിയിപ്പ് നൽകി. മിസൈലുകൾ ആകാശത്ത് വെച്ച് തകർക്കുമ്പോൾ ചിന്നിച്ചിതെറിക്കുന്ന ലോഹഭാഗങ്ങൾ വീണ ഗുരുതരമായ പരിക്കുകളേൽപ്പാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. സൈറൺ മുഴങ്ങുമ്പോഴും സ്ഫോടന ശബ്ദം കേൾക്കുമ്പോഴോ പരിഭ്രാന്തരാകാതെ വീടിനുള്ളിലോ സുരക്ഷിതമായ ഇടങ്ങളിലോ കഴിയണമെന്നും യാതൊരു കാരണവശാലും ടെറസിലോ ഉയർന്ന സ്ഥലങ്ങളിലേക്കോ പോകരുതെന്നും അറിയിച്ചു. ജെറുസലേമിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെ കുവൈത്ത് ശക്തിയായി അപലപിച്ചു. അൽ അക്സ പള്ളിയിലേക്കുള്ള പ്രവേശനം തടഞ്ഞ നടപടികളെ മന്ത്രാലയം അപലപിച്ചു. ഹോളി സ്പെൽച്ചർ ദേവാലയത്തിലേക്കുള്ള നിയന്ത്രണങ്ങൾ അന്താരാഷ്ട്ര നിയമലംഘനമാണ്. ആരാധനാ സ്വാതന്ത്ര്യം ഉറപ്പാക്കണമെന്നും ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും കുവൈത്ത് ആവശ്യപ്പെട്ടു. കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദ ധനസഹായവും തടയുന്നതിനുള്ള നടപടികൾ ശക്തമാക്കാൻ കുവൈത്ത് തീരുമാനിച്ചു. പ്രധാനമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള അഹമ്മദ് അസബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ച നടന്നത്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് നിർദ്ദേശങ്ങളും യോഗം അവലോകനം ചെയ്യുകയും ചെയ്തു. നീതിന്യായ, സാമ്പത്തിക, സുരക്ഷാ മേഖലകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ നീക്കം.
രാജ്യത്തെ ബിസിനസ് മേഖലയ്ക്ക് കരുത്തേക്കാൻ ടാക്സ് വെയർഹൌസ് പ്രഖ്യാപിച്ചു ഖത്തർ. നിശ്ചിത കാലത്തേക്ക് നികുതി ഒടുക്കാത്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും സൂക്ഷിക്കാനും അവസരം നൽകുന്നതാണ് ഈ സേവനം. ജനറൽ ടാക്സ് അതോറിറ്റിയാണ് പ്രഖ്യാപനം നടത്തിയത്. സമകാലിക സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വ്യാപാര മേഖലയ്ക്ക് പിന്തുണ നൽകുക, കമ്പനികളുടെ പണലഭ്യത മെച്ചപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ടാക്സ് വെയർഹൌസ് പ്രഖ്യാപിച്ചത്. ഇതുപ്രകാരം കമ്പനികൾക്ക് എക്സൈസ് തീരുവ അടയ്ക്കാതെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഗോഡൌണിൽ സൂക്ഷിക്കാനുമുള്ള അനുമതി ലഭിക്കും. ടാക്സ് സസ്പെൻഷൻ വ്യവസ്ഥയിൽ സൂക്ഷിക്കുന്ന ചരക്കുകൾക്ക് വിപണിയിലേക്ക് എത്തുന്ന വേളയിൽ മാത്രമാണ് നികുതി ബാധകമാകുക. തീരുവ അടക്കുന്നതിൽ ലഭിക്കുന്ന ഇളവ് കമ്പനികളുടെ പണലഭ്യത വർദ്ധിപ്പിക്കാൻ ഉപകരിക്കും. നികുതി റീഫണ്ട് നടപടികൾ വേഗത്തിലാക്കാനും പുതിയ സംവിധാനം വഴിയൊരുക്കും. അംഗീകൃത കസ്റ്റംസ് വെയർഹൌസുകൾ അഡീഷണൽ ലൈസൻസ് ഇല്ലാതെ തന്നെ ടാക്സ് വെയർഹൌസുകളായി പരിഗണിക്കുമെന്ന് ടാക്സ് അതോറിറ്റി വ്യക്തമാക്കി. വ്യാപാര മേഖലയിൽ പണമൊഴുക്ക് ഉറപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയുണ്ടാകുന്ന രണ്ടാമത്തെ സുപ്രധാന തീരുമാനമാണിത്. നേരത്തെ കോർപ്പറേറ്റ് ഇടപാടുകാർക്ക് വായ്പ പലിശ തിരിച്ചടവുകൾ 3 മാസത്തേക്ക് നീട്ടിവെക്കാനുള്ള സാവകാശം ഖത്തർ സെൻട്രൽ ബാങ്ക് അനുവദിച്ചിരുന്നു. മീഡിയ 1 ദോഹ. സഹൽ ആപ്പിലൂടെ പ്രായപൂർത്തിയാകാത്തവർക്ക് അടിയന്തര യാത്രാരേഖകൾ ലഭ്യമാക്കുമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതോടെ 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡിജിറ്റലായി ഈ സേവനം ലഭ്യമാകും. സഹൽ പ്ലാറ്റ്ഫോമിൽ പുതുതായി പ്രായപൂർത്തിയാകാത്തവർ എന്ന വിഭാഗം ചേർത്തതായും വ്യക്തമാക്കി. കുടുംബാംഗങ്ങൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ യാത്രാരേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനാണ് ഈ നടപടി. ഡിജിറ്റൽ സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. ദോഹയിൽ നിന്ന് 120-ലധികം നഗരങ്ങളിലേക്ക് വിമാന സർവീസ് പ്രഖ്യാപിച്ച് ഖത്തർ എയർവേസ്. മെയ് പകുതിയോടെ ഘട്ടം ഘട്ടമായാണ് സർവീസ് വിപുലപ്പെടുത്തുക. സിവിൽ വ്യോമയാന അതോറിറ്റിയുടെ അനുമതി പ്രകാരം പ്രത്യേക വ്യോമ ഇടനാഴി വഴിയാണ് നിലവിൽ വിമാന സർവീസുകൾ നടത്തുന്നത്. വ്യോമപാത പൂർണ്ണതോതിൽ തുറന്നാലേ സാധാരണ സർവീസുകൾ പുനരാരംഭിക്കൂ. കൺഫേം ടിക്കറ്റ് കൈവശമുണ്ടെങ്കിൽ മാത്രമേ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പോകാവൂ എന്ന് വിമാന കമ്പനി ആവശ്യപ്പെടുന്നു. കുവൈത്തിൽ നിന്നും ദമാം വഴി ഇന്ത്യയിലെ 4 പുതിയ സർവീസുകൾ ആരംഭിക്കുമെന്ന് ജസീറ എയർവേസ് അറിയിച്ചു. കാലിക്കറ്റ്, തിരുച്ചിറപ്പള്ളി, മംഗലാപുരം, കണ്ണൂർ എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ. ഏപ്രിൽ 8 മുതൽ സർവീസുകൾ ആരംഭിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ആഴ്ചയിൽ 2 തവണയായി വിവിധ ദിവസങ്ങളിൽ വിമാനങ്ങൾ സർവീസ് നടത്തും. ഇന്ത്യയിലേക്കുള്ള യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിനും പ്രവാസികൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിനുമായാണ് ഈ നീക്കം. ഇന്ത്യ കുവൈത്ത് യാത്രാബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ലക്ഷ്യമെന്നും കമ്പനി അറിയിച്ചു. UAEയിൽ മെഡിക്കൽ രംഗത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഇളവ് പ്രഖ്യാപിച്ച് ആരോഗ്യ മന്ത്രാലയം. നഴ്സിംഗ്, ഹെൽത്ത്, സപ്പോർട്ടിംഗ് വിഭാഗങ്ങളിൽ ബിരുദമുള്ളവർക്ക് ലൈസൻസിന് അപേക്ഷിക്കാൻ 6 മാസം പ്രവൃത്തി പരിചയം വേണമെന്ന നിബന്ധന ഒഴിവാക്കി. UAEയിലെ മെഡിക്കൽ യൂണിവേഴ്സിറ്റി, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകരായി ജോലി ചെയ്യുന്നവർക്ക് മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്രാക്ടീസ് ചെയ്യാൻ മന്ത്രാലയം അനുമതി നൽകി. മെഡിക്കൽ രംഗത്തെ സേവനത്തിന് കൂടുതൽ പേരെ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഒമാനിൽ തൊഴിൽ താമസ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനായി പരിശോധനകൾ തുടരുന്നു. നോർത്ത് ഷർഖിയയിൽ നടന്ന പരിശോധനയിൽ 22 പ്രവാസികളുടെ അറസ്റ്റ് റോയൽ ഒമാൻ പോലീസ് രേഖപ്പെടുത്തി. മുദൈബയിലും സിനാവിലുമായിരുന്നു പരിശോധന. അറസ്റ്റിലായവർ ഏഷ്യൻ ആഫ്രിക്കൻ പൗരന്മാരാണ്. അറസ്റ്റിലായവരെയെല്ലാം തൊഴിൽ താമസ നിയമലംഘനങ്ങൾ നടത്തിയതായി നോർത്ത് ഷർഖിയ ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറിയിച്ചു. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയായി വരുന്നതായും ROP അറിയിച്ചു. ബഹ്റൈനിൽ ഉച്ചസമയത്ത് പുറം ജോലികൾ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ജോലി വിലക്ക് ഏർപ്പെടുത്തുന്ന മധ്യാഹ്ന വിശ്രമ നിയമം ജൂൺ 15 മുതൽ ആരംഭിക്കും. നിയമം നടപ്പിലാക്കുന്നത് ഈ വർഷം മുതൽ കൂടുതൽ ദിവസങ്ങളിലേക്കും നീട്ടും. പുതിയ തീരുമാനപ്രകാരം ഓഗസ്റ്റ് 31 വരെ 2.5 മാസക്കാലമാണ് ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിലുണ്ടാകുക. സൗദിയിൽ സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ കുറവ് തുടരുന്നു. കഴിഞ്ഞ വർഷം അവസാന പാദത്തിൽ നിരക്ക് 7.2% റിപ്പോർട്ട്. സ്വദേശി വനിതകൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 10.3%-ആയും ഇക്കാലയളവിൽ കുറഞ്ഞു. വനിതകളുടേത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. രാജ്യത്തെ സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ കുറവ് തുടരുന്നതായി റിപ്പോർട്ട്. ജനറൽ അതോറിറ്റി ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ഗസ്റ്റാറ്റിൻ്റേതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. 2025 അവസാന പാദത്തിലെ കണക്കുകൾ പ്രകാരം സ്വദേശി തൊഴിലില്ലായ്മ നിരക്ക് 7.2%-ആയി കുറഞ്ഞു. വിഷൻ 2030 വിഭാവനം ചെയ്യുന്ന 7% എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു.
വനിതകൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 10.3% ഇക്കാലയളവിൽ കുറഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇത്. തുടക്കത്തിൽ 34.5% വനിതകളുടെ തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ 1/3 കുറഞ്ഞത്. ഒപ്പം തൊഴിൽ വിപണിയിൽ വനിതകളുടെ പങ്കാളിത്തം 34.5% ഉയരുകയും ചെയ്തു. പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്തം 64.7% ഉയർന്നു. സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 2025 ആദ്യപാദത്തിൽ 6.5% എന്ന ഏറ്റവും കുറഞ്ഞ നിരക്കിൽ എത്തിയെങ്കിലും മൂന്നാം പാദത്തിൽ വീണ്ടും 7.5% ഉയർന്നിരുന്നു. രാജ്യത്തെ മൊത്തം തൊഴിലില്ലായ്മ നിരക്ക് 3.5% തുടരുകയാണ്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഫലസ്തീൻ തടവുകാരെ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന ഇസ്രയേൽ പാർലമെന്റ് പാസാക്കിയ വിവാദ നിയമത്തെ അപലപിച്ച് ഒമാൻ. ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിന്റെ ഈ അംഗീകാരം അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും തടവുകാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുടെയും ലംഘനമാണെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഫലസ്തീൻ തടവുകാരുടെ ജീവനും മനുഷ്യാവകാശങ്ങൾക്കും ഭീഷണിയാകുന്ന ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ല. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തടവുകാരുടെ ജീവൻ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു. കുവൈത്തിൽ അൽ ദറാൻ സീസൺ ആരംഭിച്ചതായി അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഏപ്രിൽ 3 മുതൽ ആരംഭിക്കുന്ന ഈ സീസണിൽ താപനില ക്രമേണ ഉയരുമെന്നും കാലാവസ്ഥ അസ്ഥിരമാകുമെന്നും വ്യക്തമാക്കി. കാറ്റിന്റെ ദിശയിലും വേഗതയിലും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. പൊടിപടലങ്ങളും കാലാവസ്ഥാ വ്യത്യാസങ്ങളും മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാനിടയുണ്ടെന്നും അറിയിച്ചു. മാറുന്ന കാലാവസ്ഥയിൽ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. മാധ്യമങ്ങളുടെ ഉള്ളടക്കങ്ങളുടെ ഗുണനിലവാരവും ഏകീകരണവും ഉറപ്പാക്കാൻ നടപടികൾ ശക്തമാക്കിയതായി കുവൈത്ത് വാർത്താവിതരണ മന്ത്രാലയം അറിയിച്ചു. വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ മാധ്യമ ഉള്ളടക്കങ്ങളും കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ദേശീയ മൂല്യങ്ങളും മാധ്യമ നയങ്ങളും അനുസരിച്ചുള്ള ഉള്ളടക്കങ്ങൾ മാത്രമേ പ്രക്ഷേപണം ചെയ്യാനാകൂ. പുതിയ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപനം നടത്തണമെന്നും നിർദ്ദേശം നൽകി. മാധ്യമ കലാരംഗങ്ങളുടെ വികസനവും ദേശീയ ഉള്ളടക്കത്തിന്റെ നിലവാരം ഉയർത്തുന്നതിനുമായാണ് ഈ നടപടികളുടെ ലക്ഷ്യം. കുവൈത്തിനെ പ്രധാന നാറ്റോ ഇതര സഖ്യകക്ഷിയായി US പ്രഖ്യാപിച്ചത് 22 വർഷം പൂർത്തിയായി. സുരക്ഷയും പ്രതിരോധവും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും അടുത്ത സഹകരണമാണ് തുടരുന്നത്. നാറ്റോയുമായുള്ള ബന്ധം സംയുക്ത പരിശീലനങ്ങളും വഴി സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശികവും അന്താരാഷ്ട്രവുമായ പ്രശ്നങ്ങളിൽ കുവൈത്ത് നിർണായക മധ്യസ്ഥത വഹിക്കുന്നതായും വിലയിരുത്തുന്നു. ലോകത്തെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിൽ കുവൈത്ത് പ്രധാന പങ്ക് വഹിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു. സുഗന്ധദ്രവ്യങ്ങൾക്ക് മാത്രമായുള്ള സൗദിയിലെ റിയാദിലെ ദീര സൂക്കിൽ തിരക്കേറുന്നു. 18-ാം നൂറ്റാണ്ട് മുതൽ പ്രവർത്തിക്കുന്ന സൂക്ക് സന്ദർശിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളും ഏറെയാണ്. ബാർട്ടർ സംവിധാനത്തിലൂടെയായിരുന്നു ആദ്യകാലങ്ങളിലെ ഇവിടുത്തെ വ്യാപാര ഇടപാടുകൾ. റിയാദിൽ നിന്നും മിഷാൽ ചെർപ്പുളശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. റിയാദിലെ ദീറയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഞാൻ വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇവിടെ വലിയ മാർക്കറ്റുകളുടെ ഒരു ഏരിയയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ പെർഫ്യൂമുകൾക്ക് മാത്രമായിട്ടുള്ള ഒരു വലിയ മാർക്കറ്റാണ്. ഈ ഏരിയയിൽ മുഴുവനായിട്ടും പെർഫ്യൂമുകളാണ് കൂടുതലായിട്ടും ഇവിടെ വ്യാപാരം നടത്തുന്നത്. ഇവിടെ എത്തുന്നവരിൽ ഭൂരിഭാഗവും സൗദി സ്വദേശികളാണ്. അതോടൊപ്പം തന്നെ മലയാളികളടക്കമുള്ള വിദേശികളും ഇവിടെ എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓരോ ഷോപ്പുകളിലും ഏറ്റവും ട്രഡീഷണലായിട്ടുള്ള പെർഫ്യൂം മുതൽ ഏറ്റവും ഹൈ ക്വാളിറ്റി മീൻസ് ഇൻ്റർനാഷണൽ പെർഫ്യൂമുകൾ വരെ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു പെർഫ്യൂം മാർക്കറ്റിൻ്റെ കഥകളാണ് പറയാൻ പോകുന്നത്, അതല്ലെങ്കിൽ ആ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. സൗദിയുടെ സുഗന്ധ സംസ്കാരത്തിന്റെ മായാത്ത അടയാളമാണ് ദീറ. പുരാതന നഗരത്തിന്റെ മട്ടും ഭാവവും അതേപടി ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. സുഗന്ധം പരത്തുന്ന എണ്ണിയാൽ തീരാത്ത വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ കാണാം. അത്തർ, ഊദ്, ഹുബൂർ തുടങ്ങിയ സുഗന്ധ ഉൽപ്പന്നങ്ങൾ സുലഭമാണിവിടെ. പരമ്പരാഗത സുഗന്ധ തൈലങ്ങൾ മുതൽ ആഗോള ബ്രാൻഡുകൾ വരെ ഇവിടെ ലഭിക്കും.
ഇഷ്ടമണങ്ങൾ അതേപടി ഉണ്ടാക്കുന്ന വിദഗ്ധരും ഇവിടെ സജീവമാണ്. വിലപേശിയാണ് കച്ചവടം. السلام عليكم. هنا في عندنا عطورات زيتية في تركيب عطور. عندنا عطورات خام مسك، في عندنا دهن عود، في عندنا دهن عود نمبر 1 هندي. 18ാം നൂറ്റാണ്ട് മുതൽ സൂക്ക് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ചരിത്രം. ബാർട്ടർ സംവിധാനത്തിലൂടെയായിരുന്നു അന്നത്തെ കച്ചവടം. ഇന്ന് കച്ചവടക്കാരിൽ ഏറെയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അറബ് വംശജരാണ്. സുഗന്ധ ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ആഭരണങ്ങൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയും ഇവിടെ സുലഭമാണ്. മാർക്കറ്റ് എന്നതിലുപരി ചരിത്ര ഇടം എന്ന നിലയിൽ സന്ദർശകരും ഇവിടെ ഏറെ എത്തുന്നുണ്ട്. പത്തൊൻപതാം നൂറ്റാണ്ടിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച മസ്മക് കോട്ടയും സൂക്കിനോട് ചേർന്നാണുള്ളത് എന്നത് സന്ദർശകർ ഇവിടേക്ക് ഒഴുകാനുള്ള മറ്റൊരു കാരണമാണ്. പെർഫ്യൂമുകൾ വാങ്ങാനും വെറുതെ ഇതുപോലെ ചായ കുടിച്ചിരിക്കാനും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. റിയാദിൽ നിന്നും വിശാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1.